നാളെ വിഷുവിന് സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് ഉടുക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ഇപ്പോഴേ സാരിയൊക്കെ തേച്ചൊക്കെ വെച്ച് തുടങ്ങി കാണും. അപ്പൊ നാളെ സാരി ഉടുക്കാനായിട്ട് കുറച്ച് ഈസി ആയിട്ടുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. പെട്ടെന്ന് എടുത്ത് സുന്ദരികളായിട്ട് പൊയ്ക്കോളൂ. സാരി നമ്മൾ ഫസ്റ്റ് എവിടെന്നാ ഉടുക്കുക? നമ്മള് ഫുഡൊക്കെ കഴിക്കുന്ന വലതുവശത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? സാരി ഉടുക്കുന്നത്. അപ്പോൾ എപ്പോഴും സാരി നല്ല ഫ്ലോർ ലെവലിലിട്ട് ഉടുക്കാൻ ശ്രമിക്കണം. എങ്കിലേ സാരി ഉടുക്കുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ സാരി എത്രയാണോ നമ്മുടെ ലെങ്ത് അതിനനുസരിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ യാതൊരു ചുളിവും വരാത്ത രീതിയിൽ, മാക്സിമം ചുളിവ് വരാത്ത രീതിയിൽ എടുക്കാൻ നോക്കണേ. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ മുന്താണി ഇങ്ങനെ കറക്കിയെടുക്കുക. കറക്കിയെടുത്ത് ഈ മുന്താണി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞുറിഞ്ഞ് എടുക്കുക. നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഉടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇതാണ് നമ്മുടെ ദേഹത്തോട് ചേർന്ന് വരുന്ന ഭാഗമേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് പിടിച്ച് നമുക്ക് എത്രയാണ് ഒരു മുന്താണി വേണ്ടതെന്ന് നോക്കാം. എപ്പോഴും മുട്ടിന് താഴെ മുന്താണി കിടക്കണം, അതാണ് ഒരു ഭംഗി കേട്ടോ. അപ്പൊ ഇത്രയും നീളത്തിൽ മുട്ടിന് താഴെ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഭാഗം കണ്ടോ, ഇത് ഇങ്ങനെ ചെസ്റ്റിനോട് ചേർത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അത്യാവശ്യം ടൈറ്റ് ആയിട്ട്, എത്ര ടൈറ്റ് ആയിട്ട് പിടിക്കാമോ അത്രയും ടൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്കൊരു സെഫ് ടിപ്പിന് അവിടെ കുത്തി കൊടുക്കാം. ഓക്കെ, പുറത്തോട് കുത്തിയാൽ മതി. ഇത് നമുക്ക് അഴിക്കാനുള്ളതാണ്. എന്നിട്ടിതാ ഇത്രയും തുണിയാണ് നമുക്ക് എന്തിനുള്ളത്? ഫ്രണ്ടിലെ പ്ലീറ്റ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പിടിക്കാം. ഒട്ടും വലിച്ചൊന്നും പിടിക്കരുത്, ജസ്റ്റ് നോർമൽ ആയിട്ട് പിടിച്ചിട്ട് ഈ സെന്റർ കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്ലീറ്റ് കുറച്ച് നീട്ടി ഇങ്ങോട്ട് എടുക്കുക, കുറച്ച് വീതി കൂട്ടി എടുത്ത് ബാക്കിയുള്ള പ്ലീറ്റ്സ് നമ്മൾ സാധാ എടുക്കുന്ന പോലെ ചെറുതായിട്ട് എടുത്താൽ മതി. എന്തിനാണത് നമ്മൾ ഇച്ചിരി വീതി കൂട്ടി എടുക്കുന്നതെന്ന് അറിയാമോ? പ്ലീറ്റ്സ് ഇടുമ്പോൾ ഇങ്ങനെ തുറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടെ ഒരു നല്ല ലുക്ക് കിട്ടും. എന്നിട്ട് ഇത്രയും തുണി, അതായത് ഒരു പ്ലീറ്റ് കൂടെ എടുക്കാൻ കണക്കാക്കിയുള്ള തുണി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിട്ടേക്കുക. ഒരു പ്ലീറ്റ് കൂടെ എടുക്കാനുള്ള തുണി ജസ്റ്റ് വിടുക. എന്നിട്ട് നമുക്ക് ഈ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് അടുക്കാമേ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടുക്കി ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ പ്ലീറ്റ്സ് പെട്ടെന്ന് ഇപ്പൊ താഴോട്ട് ഇങ്ങനെ ഒന്ന് വീണോളാം, പെട്ടെന്നേ ഒന്ന് അറേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ ഇതിങ്ങനെ നീറ്റായിട്ട് അടുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സെറ്റ് ടിപ്പൻ കൂടി ഇവിടെ കുത്തി കൊടുക്കുക. ഇത് നമ്മുടെ സെക്കൻഡ് സെറ്റ് ടിപ്പിനാണേ. കണ്ടോ, ഇവിടെ ഇങ്ങനെ കുത്തി കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്ലീറ്റ്സ് കിടക്കുന്നത്. ഇനിയെന്ന് വെച്ചാൽ എത്രയാണ് നമുക്ക് ഫ്ലോർ ചെയ്ത മുകളിലോട്ടുള്ള ലെങ്ത് എന്ന് നോക്കാം. എനിക്ക് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ടക്കൻ ചെയ്യേണ്ടത്. അപ്പോ ഈ ഭാഗം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ പാവാടയുടെ ഞുറുവൊക്കെ വെക്കത്തില്ലേ, ഒന്നിനു മുകളിലായിട്ട് അതേപോലെ ഒന്ന് അടുക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഒന്നിച്ചടുക്കിയാണ് സെറ്റിപ്പം കുത്തിയത്. താഴോട്ടുള്ളത് നമ്മൾ പാവാടയുടെ ഞുറുവൊക്കെ ഇങ്ങനെ ഇടുന്ന പോലെ ഒന്നിനു മുകളില് ഒന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് അടുത്ത് പിടിച്ച് കാണിച്ചു കൊടുക്കുമോ? ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് പാവാടയുടെ ഞുറ് കിടക്കുന്ന പോലെ വെച്ചു കൊടുക്കാണ്. വെച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ എന്ത് ചെയ്യാം? അങ്ങ് ഉള്ളിലേക്ക് ഇത് കുത്തി കൊടുക്കാം. ഇങ്ങനെ ഒരു പാവാട കിടക്കുന്ന പോലെ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്നറിയാം? നമ്മൾ മുമ്പേ കുത്തിയ സെറ്റ് പിന്നില്ലേ, അതങ്ങ് അഴിച്ചേക്കുക. ഓക്കെ, അഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ അപ്പർ ബോഡി നമ്മൾ പ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിത് യൂഷ്വലി പ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ മടക്കി എടുക്കുക. എനിക്ക് അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു സൗകര്യം ആ രീതിയിൽ പ്ലീറ്റ് ചെയ്ത് എടുക്കാം. അപ്പൊ ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നതെന്ന് വെച്ചാൽ
ഇതിങ്ങനെ ദേഹത്തോട് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എനിക്ക് എത്രയാണോ വീതി, ഇപ്പൊ ഞാൻ ഇത്രയും വീതി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു വീതി വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി 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 ഇങ്ങനെ സാധാ കൈ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ എടുക്കത്തില്ലേ, ഏകദേശം ആ ഒരു തിട്ടത്തില് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കും. എന്നിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗം ഇതേപോലെ ഒന്ന് കുലുക്കി, ഈ കുലുക്കി കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന ഞുറും ഒക്കെ നീറ്റായിട്ട് വന്ന് വീണ് കിട്ടും. കണ്ടോ, ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഞുറു കിട്ടാനായിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ എന്ത് ചെയ്യാം, ചെസ്റ്റ് പോർഷനിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. ഇപ്പൊ അത്യാവശ്യം ഞുറുമൊക്കെ നമുക്ക് വന്ന് വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ. ഫ്രണ്ട് പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടി. ജസ്റ്റ് ഓരോരോ പ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. കണ്ടോ, അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് വിടണേ, എങ്കിലേ ആ ഞൂറ് നീറ്റായിട്ട് അവിടെ കിടക്കുള്ളൂ. സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യല്ല വേണ്ടേ. നമ്മൾ ഈ സ്ട്രെയിറ്റ്നർ ഒക്കെ ഇട്ട് വെച്ച് നമ്മൾ പിടിക്കുന്നതിന് നല്ലതേ, ലൈക്ക് നമ്മളിങ്ങനെ ലൈക്ക് വളരെ കാഷ്വൽ ആയിട്ടൊക്കെ സാരി എടുക്കുമ്പോൾ ആ സ്ട്രെയിറ്റ്നർ ഒക്കെ ഇട്ട് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നതിൽ നല്ലത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് നേരെ ഇങ്ങനെ അങ്ങ് പിടിക്കുക. അപ്പൊ കണ്ടോ, നമുക്ക് ഈ ഞൂറ് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം, നമുക്ക് താഴോട്ട്. ആ ഒരു സൗണ്ട് കേൾക്കും ഇങ്ങനെ നമ്മൾ പിടിക്കുന്ന സൗണ്ട് വേണ്ട. എന്നിട്ട് ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. ഒരു സെക്റ്റിപ്പൻ വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഉഴപ്പി പോവാനായിട്ടുള്ള സാധ്യത നമുക്ക് ഉണ്ടാവേ. നമ്മൾ ബ്ലൗസ് ഇപ്പൊ മാറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് സാരിയിൽ മാത്രമേ ഒന്ന് പിൻ ചെയ്യുന്നുള്ളൂ. ആവശ്യത്തിനാണോ മുന്താണിയുടെ ഇറക്കുന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഈ പോർഷൻ ഇവിടം ടൈറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ മുമ്പേ എക്സസ് ഇട്ട തുണിയില്ലേ, അത് ഇവിടെ കിടക്കുകയാണെ. അത് ഇവിടെ ഈ ഭാഗം നമ്മൾ, അതായത് ഈ ഇവിടെ ഞുറു ഉള്ളിലേക്ക് വെച്ച് എൻഡ് ചെയ്തതിന്റെ ഇപ്പുറത്തെ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കൈ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തൂടെ നമുക്കിത് ഇങ്ങനെ പിടിക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ പിടിച്ച് നമുക്ക് എത്രയാണോ ഇത് ടൈറ്റ് ആക്കേണ്ടത് അത് അങ്ങനെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതങ്ങ് ടക്കിൻ ചെയ്തേക്കുക. കണ്ടോ, ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു 3-4 പ്ലീറ്റ്സ് തനിയെ വന്നങ്ങ് വീണ് കഴിഞ്ഞു. കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് ആ സൈഡ് പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ബ്ലൗസ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊന്ന് നമ്മൾ സാരിയെ കുത്തിയിരുന്ന പിന്നെ ജസ്റ്റ് ബ്ലൗസിൽ ഒന്ന് കുത്തി കൊടുത്തു, അല്ലാതെ വേറെ സെറ്റപ്പിൽ ഒന്നും നമ്മൾ കുത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഒരൊറ്റ പിന്ന്, ലൈക്ക് ഇവിടെ ഒരു പിന്ന്, ഇവിടെ 2 പിന്ന്, അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ തീരെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഭാഗമൊക്കെ ലൈക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് പ്ലീറ്റ് മാറ്റി അകത്ത് വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരുപാട് സെറ്റപ്പിനെല്ലാം പിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും. ആ സാരി ഉടുത്തിരിക്കുന്നതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോർമൽ ആയിട്ട് ഇപ്പൊ ഞാൻ കാണിച്ച രീതിയിൽ ഉടുത്തു കഴിഞ്ഞാൽ തന്നെ അതാന്ന് നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ സൈഡ് പ്ലീറ്റ്സ് ആണെങ്കിലും ഫ്രണ്ട് നമ്മുടെ ആ ഒരു പാവാടയുടെ ഒക്കെ ഒരു പ്ലീറ്റ്സ് കിടക്കുന്ന ആ ഒരു ലുക്കിൽ നമുക്ക് നല്ല ഇതേപോലെ നീറ്റ് ഒരു ഫിനിഷിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നാളെ വിഷുവായിട്ട് എല്ലാവരും നല്ല മാലയും മണം കമ്മലും ഒക്കെ ഇട്ട് നീറ്റായിട്ട് സാരിയൊക്കെ ഉടുത്ത് പോയി എൻജോയ് ചെയ്യാം. ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്.